Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chacko Gold and Diamonds അങ്കമാലി. ശ്രീമൂലനഗരം ഗ്രാമപഞ്ചായത്തിൽ ദേശീയ വിര വിമുക്ത ദിനാചരണം നടത്തി. ചൊവ്വര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് VM ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഇത് 6 മാസത്തിൽ ഒരിക്കൽ കഴിക്കണമെന്നുള്ളതാണ്. അപ്പോൾ വർഷത്തിൽ 2 പ്രാവശ്യം കഴിക്കാം. ഈ പറയുന്ന പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ നിന്നും പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എടുക്കുന്ന സത്വര നടപടികളുടെ ഭാഗമാണത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള വിഷയം ഇന്നിപ്പോൾ വളരെ കുറവാണ്. കാരണം കുട്ടികളിൽ ഇത് വളരെ അതിക്രമമായിട്ട് വർദ്ധിച്ചു വന്നാൽ നമുക്ക് വിളർച്ച, അതേപോലെ ശ്വാസതടസ്സം വരെയൊക്കെ ഉണ്ടാകും. വയറ്റിൽ നിന്ന് ബ്ലഡ് പോക്ക്, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഛർദി, തലവേദന, അതൊക്കെ നമ്മുടെ മെഡിക്കൽ ഓഫീസറും മറ്റുള്ളവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് വിശദീകരിച്ച് പറയും. ഏതായാലും ഞാൻ കൂടുതൽ അവരുടെ റോള് വൈസ് പ്രസിഡന്റ് സിന്ധു പാറപ്പുറം അധ്യക്ഷത വഹിച്ചു. സ്കൂളുകളിലും ഇന്ന് വിരഗുളികൾ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പഞ്ചായത്ത് തല കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗ്ലെൻസൺ കെ ജോസഫ് ബോധവൽക്കരണ ക്ലാസ് നടത്തി. നമ്മുടെ ശരീരത്തിലുള്ള വേംസിലാണ് ആക്ട് ചെയ്യുക, വിരകളിലാണ് ആക്ട് ചെയ്യുക. അപ്പോൾ അത് കാരണം തന്നെ 2 വയസ്സിൽ താഴെയുള്ളവർക്ക് അര ഗുളികയും 2 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഒറ്റ ഡോസ് 400 മില്ലിഗ്രാമിൻ്റെ ഒരു ഡോസുമാണ് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇത് അഡൽട്ട് വേംസിലാണ് ആക്ട് ചെയ്യുക ഈ ഗുളിക, വിരഗുളിക ആക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് വരെ ഉള്ളവരാണെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോൾ ഒരു ഗുളികയും കൂടി കഴിക്കാനായിട്ട് പറയാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിരകൾ നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ മുട്ടയിട്ടിട്ട് രണ്ടാമത് അത് അഡൽട്ട് വേമായിട്ട് ഹാച്ച് ചെയ്ത് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവരിൽ 2 ആഴ്ച കഴിയുമ്പോൾ ഒരു ഗുളികയും കൂടി കഴിക്കുന്നത് നല്ലതാണ്. അത് ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല. പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഈ ദിവസം നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ കുട്ടികളും 1 തുടങ്ങി 19 വയസ്സുള്ള എല്ലാ കുട്ടികളും ഗുളിക കഴിക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിൽ അർത്ഥമാക്കുന്നത്. യോഗത്തിൽ JHIK സുനിൽകുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ ബാബു M, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിൽവി ബിജു, വാർഡ് മെമ്പർമാരായ ജാരിയ കബീർ, സുകുമാരൻ, ബ്ലോക്ക് മെമ്പർ സിനി ജോണി, PTA പ്രസിഡന്റ് വിപിൻ ദാസ്, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം സിദ്ദിഖ്, ഹെഡ്മാസ്റ്റർ AS ഷീല തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തേക്ക് എല്ലാ സ്കൂളിലും നമ്മുടെ 1 വയസ്സ് മുതൽ 19 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും, പ്രത്യേകിച്ചും അംഗനവാടികളിലും സ്കൂളുകളിലും, അതുപോലെ സ്കൂളിൽ പോകാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് അവരുടെ എവിടെയാണോ അവർക്ക് ഗുളിക കിട്ടുന്ന ഒരു സൗകര്യമുള്ളത് ആ ഭാഗത്ത്, അങ്ങനെ എല്ലായിടത്തും നമ്മൾ ഈ ഒരു ഗുളിക ആഘോഷിക്കുകയാണ്. ഗുളിക കൊടുക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ നമുക്കറിയാം, കുട്ടികളുണ്ടാകുന്ന പോഷക കുറവുകൾ, അതുപോലെ തന്നെ അവരിലുണ്ടാകുന്ന വിളർച്ച, പ്രത്യേകിച്ച് അനീമിയ, നമുക്ക് അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, ശാരീരികമായ പ്രയാസങ്ങൾ എല്ലാം തന്നെ ഇത് മാറ്റുന്നതിന് വേണ്ടിയാണ് ഈ ഗുളിക കൊടുക്കുന്നത്.